Dear friends, I am Abraham Cherian. Welcome to my spoken English classes. Please subscribe my channel and click on the bell icon above. How to learn to speak English fluently without mistake. എങ്ങനെ തെറ്റുകൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാം, അതാണ് ഇന്നത്തെ വിഷയം. There are certain clues, certain methods, there are certain practical methods to learn it. എങ്ങനെ അത് വളരെ ഭംഗിയായി തെറ്റുകൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. We have to take into consideration certain points, certain methods. എന്തൊക്കെയാണ് അവ? Number 1, listen English, hear English. ഒന്നാമത് ഇംഗ്ലീഷ് കേട്ട് പഠിക്കുക. എല്ലാ കുട്ടികളും കൊച്ചുകുട്ടികൾ മുതൽ ഒരു ഭാഷ പഠിക്കുന്നത് കേട്ടാണ്. ഏത് ഭാഷയാണെങ്കിലും ലോകത്തിലെ ഏത് ലാംഗ്വേജ് ആണെങ്കിലും അത് കേട്ട് പഠിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ടു ഹിയർ ഇറ്റ് ആൻഡ് ലേൺ. കേൾക്കാതെ ഒരു ഭാഷയും പഠിക്കാനൊക്കത്തില്ല. കൊച്ചുകുട്ടികൾ പഠിക്കുന്നത് നമ്മൾ പറയുന്നത്, മുതിർന്നവർ പ്രായമുള്ളവർ പറയുന്നത് കേട്ടാണ് കൊച്ചുകുട്ടികൾ പഠിക്കുന്നത്. പ്രായമുള്ളവരും അങ്ങനെ. അന്യഭാഷക്കാർ ഏത് ലാംഗ്വേജ് അന്യഭാഷ പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് കേട്ടിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ കേൾക്കാതെ ഒരു ഭാഷയും പഠിക്കാനൊക്കത്തില്ല. ശരിക്ക് കേട്ടിട്ട് വേണം ഒരു ഭാഷ പഠിക്കാൻ. അത് മലയാളത്തിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ്, ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലും ഏത് ഭാഷയിലും അത് തന്നെയാണ് ശരി. കേൾക്കുന്നതോടൊപ്പം അത് പറയാനും പഠിക്കണം. അപ്പോൾ ഒന്നാമത് കേൾക്കുക. നമ്മൾ ബധിര-മൂകരെ കുറിച്ചറിയാം, ഡഫ് ആൻഡ് ഡം. അതിന് സംസാരിക്കാത്ത എന്തുകൊണ്ടെന്ന് അവൾക്ക് കേൾക്കാൻ കഴിയില്ല. നന്നായി കേട്ടെങ്കിൽ മാത്രമേ ഏത് ഭാഷയും പഠിക്കാൻ സാധ്യമാകൂ. അതുകൊണ്ട് നമ്മൾ TV കേൾക്കുക, വല്ലവരും പറയുന്നത് ശ്രദ്ധിക്കുക, പ്രസംഗം കേൾക്കുക, സിനിമ കാണുക. അതുപോലെ ഓരോ മെത്തേഡിൽ കൂടി നമ്മൾ കേട്ട് ഒരു ഭാഷ സ്വായത്തമാക്കണം. ഇംഗ്ലീഷ് കഴിവതും എത്രയും സമയം കേൾക്കാമോ അത്രയും സമയം നമ്മൾ കേൾവിക്കായി വിനിയോഗിക്കണം. നമ്പർ 2, സ്പീക്ക് ഇംഗ്ലീഷ്. 1, ഹിയർ ഇംഗ്ലീഷ്. 2, സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. കേട്ടാൽ മാത്രം പോലെ പറഞ്ഞ് പഠിക്കണം. അപ്പോൾ പറഞ്ഞ് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു വിഷമമായിട്ട് തോന്നും. അതിലൊട്ടും നാണക്കേടില്ല, ഒന്നും തെറ്റിദ്ധാരണ വേണ്ട. നമ്മൾ ചുമ്മാ എന്ത് കേൾക്കുന്നു അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. കൊച്ചുകുട്ടികൾ അങ്ങനെയാണ്. കൊച്ചുകുട്ടികൾ നമ്മൾ ചക്ക, മാങ്ങ, അച്ഛ, അമ്മ ഇതൊക്കെ നമ്മൾ പറയുന്നത് കേട്ടാണ് കുട്ടികൾ പറയുന്നത്. മറ്റുള്ളവരും അങ്ങനെ കേട്ടിട്ട് പറയുക. അപ്പം അതിലൊരു നാണം വിചാരിക്കരുത്, നമ്മൾ മടി കാണിക്കരുത്. നമ്മൾ മറ്റാരും കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാതെ കണ്ണാടിയുടെ മുമ്പിൽ പോയിരുന്ന് ചെറിയ കൊച്ചു കൊച്ചു സെൻറ്റൻസുകൾ കേൾക്കുന്നത് അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പഠിക്കണം. അപ്പം ലിസൺ ആൻഡ് സ്പീക്ക്. ഏത് ഭാഷയിലെയും പ്രാമുഖ്യം പ്രധാനമായ ദ ഫസ്റ്റ് പോയിൻറ്റ് കേൾക്കുക, പറയുക. ഇത് രണ്ടും തുടർച്ചയായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഒരു ലാംഗ്വേജ് നമുക്ക് പഠിക്കാൻ കഴിയത്തുള്ളൂ. അടുത്തത് റൈറ്റ് ഇംഗ്ലീഷ്, എഴുതി പഠിക്കുക. അപ്പോൾ കേൾക്കുക, പറയുക എന്നതിനോടൊപ്പം എഴുതി പഠിക്കുക. എഴുതി പഠിക്കുന്നതും ഒരു ഭാഷ പഠിക്കാൻ ആവശ്യമാണ്. ഇപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ എഴുതി പഠിക്കുന്നത് അതുകൊണ്ടും അതിൻ്റേതായ പ്രയോജനമുണ്ട്. എഴുതി പഠിക്കുക. 4, തിങ്ക് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ ചിന്തിക്കുക. അതായത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്ത് ചിന്തിക്കുന്നതിന് പകരം ഇംഗ്ലീഷിൽ ചിന്തിക്കുക. ഇംഗ്ലീഷിൽ ചിന്തിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ
നമുക്ക് 2 കാര്യങ്ങളാണ്. 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഹിയർ ഇംഗ്ലീഷ്, സ്പീക്ക് ഇംഗ്ലീഷ്, റൈറ്റ് ഇംഗ്ലീഷ് ആൻഡ് തിങ്ക് ഇൻ ഇംഗ്ലീഷ്. ഈ 4 കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വിചാരിച്ച് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി നാം ചെയ്യേണ്ടത് ഒറ്റയ്ക്കിരിക്കുമ്പോഴോ അല്ലെങ്കിൽ സമയം കിട്ടുമ്പോഴോ കേൾക്കുന്നത്. ഒരു സിനിമ കാണുമ്പോൾ അതിൽ പറയുന്ന വാക്കുകൾ, ആർ യു കറക്റ്റ്, ഡു യു ലവ് മീ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് വീണ്ടും ഇസ് ഇറ്റ് പോസിബിൾ എന്നുമ്പോൾ നമ്മൾ പറയുക ഇസ് ഇറ്റ് പോസിബിൾ, ഡു യു ലവ് മീ, ഡു യു ലൈക്ക് മീ, നോ ഐ കാൻ കം, നോ ഐ കാൻ കം. അത് നമ്മൾ അതിൽ കേൾക്കുന്ന ചില പദങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം. അപ്പം കേൾക്കുന്നത് പറയണം. കേൾക്കുന്നതിന് വേണ്ടി അടുത്ത ഒരു മാർഗം, നല്ല പ്രസംഗങ്ങളുണ്ട്. വിവേകാനന്ദൻ്റെയും മഹാത്മാഗാന്ധിയുടെയും അല്ലെങ്കിൽ നല്ല പ്രാസംഗികരുടെയൊക്കെ പ്രസംഗം നമ്മൾ കേട്ട് പഠിക്കണം. കൂടാതെ ഓഡിയോ ബൈബിൾ, ഓഡിയോ ആയിട്ടുള്ള പ്രസംഗങ്ങൾ യൂട്യൂബിലൊക്കെ ഉണ്ട്. അത് കേൾക്കണം. കേട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് അതിലൊരു പ്രൊഫിഷ്യൻസി അല്ല നമുക്കൊരു കഴിവ് കിട്ടും. അപ്പോൾ കേട്ട് അത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറയണം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഈ നമ്മുടെ മൊബൈലിൽ ഒരു പാരഗ്രാഫ് നമ്മൾ ആദ്യം കേൾക്കുക. എന്നിട്ട് ആ പാരഗ്രാഫ് നമ്മൾ പറയുക. നമ്മൾ തന്നെ നമ്മുടെ സ്വതസിദ്ധമായ ഭാഷയിൽ അത് ഇംഗ്ലീഷിലൊന്ന് പറയുക, അല്ലെങ്കിൽ ഒന്ന് പ്രസംഗിച്ച് നോക്കുക. ആദ്യത്തെ ദിവസം ശരിയായിരിക്കത്തില്ല. നമ്മൾ 2ാമത്തെ ദിവസം ഒന്നുകൂടെ പറയാം. 2 ആഴ്ച കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒന്ന് റെക്കോർഡ് ചെയ്ത് അത് നോക്കുക. അപ്പോൾ ആദ്യത്തെ ദിവസം പറഞ്ഞതിനേക്കാളും ഭംഗിയായി നമുക്ക് ഇത് റിപ്പീറ്റ് ചെയ്ത് പറയാൻ കഴിയും. അതാണ് പറഞ്ഞു പഠിക്കുക എന്നുള്ളത്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, പിയർ ഗ്രൂപ്പ്, നമ്മുടെ പ്രായമുള്ള നമ്മുടെ സഹപാഠികളോട് കൊച്ചു വാക്കുകൾ, ഹൗ ആർ യു, എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ വെൻ ഡിഡ് യു കം, എപ്പോൾ വന്നു, എപ്പോൾ പോകും, വെൻ വിൽ യു കം എന്നുള്ള അങ്ങനെയുള്ള കൊച്ചു സെൻറ്റൻസിൽ നമ്മൾ പറഞ്ഞ് പഠിക്കണം. നമ്മൾ മടി കാണിക്കാൻ പാടില്ല, നാണം കാണിക്കാൻ പഠിക്കില്ല. നമ്മുടെ ഈഗോ വിട്ടുമാറി കൊച്ചു സെൻറ്റൻസിൽ പറഞ്ഞു പഠിക്കണം. പറഞ്ഞു പഠിക്കാതെ ഇംഗ്ലീഷ് പഠിക്കാനൊക്കത്തില്ല. അപ്പം ഞാൻ 4 കാര്യം പറഞ്ഞു. 4 കാര്യം ശ്രദ്ധിച്ചാൽ ഹിയർ ഇംഗ്ലീഷ്, സ്പീക്ക് ഇംഗ്ലീഷ്, റൈറ്റ് ഇംഗ്ലീഷ് ആൻഡ് തിങ്ക് ഇൻ ഇംഗ്ലീഷ്. ഈ 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധപ്പെടുത്താൽ നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങാം. ഇവിടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. താങ്ക് യു.